അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഉപ്പയുടെ അരികിൽ വന്ന് പറഞ്ഞു. അപ്പോൾ പ്രായം 7 വയസ്സാണ്. 7 വയസ്സുള്ള കുട്ടിയാണ്. കൗതുകത്തോടുകൂടെ ആ കണ്ട സ്വപ്നം ഉപ്പയോട് അറിയിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി, യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്. മോനെ, നീ കണ്ട സ്വപ്നം എന്ത് ചെയ്യരുത്? നിന്റെ സഹോദരന്മാരോട് പറയരുത്. ഇപ്പോൾ 12 മക്കളാണ്, അതിൽ 10 പേരോട് പറയരുത്. ബിനിയാമിൻ താഴെയുള്ള കുട്ടിയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ താഴെയാണ്. അതൊഴികെയുള്ള മറ്റു 10 പേർ, ആ 10 പേരോട് പറയരുത്. ഫയക്കീദു ലക കൈദ, അവര് കഠിനമായ കുതന്ത്രം പ്രയോഗിക്കും. അവര് ഈ നിഅമത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ, മോനെ നിനക്ക് വരാൻ പോകുന്ന അനുഗ്രഹം അറിഞ്ഞു കഴിഞ്ഞാൽ, അസൂയ എന്ന ഒരു ദുർഗുണം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കുതന്ത്രം പ്രയോഗിക്കും. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു അനുഗ്രഹമാണ് അറിഞ്ഞത്. ഒരു അനുഗ്രഹം, വരാനിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ പറ്റിയാണ് അറിഞ്ഞത്. യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കുവെക്കണം. അള്ളാഹു ഒരു നിഅമത്ത് നൽകിയാൽ, അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയാൽ ആ അനുഗ്രഹത്തെ പറ്റി പറയണം. അള്ളാഹ് ഇങ്ങനൊരു അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നറിയിക്കണം. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് പറയരുത് എന്ന് പറയാൻ കാരണം, അസൂയാലുക്കളോടും ശത്രുക്കളോടും അനുഗ്രഹങ്ങളെ പറ്റി പറയരുത്. അസൂയാലുക്കളോടാണ് നമ്മൾ അനുഗ്രഹത്തെ പറ്റി പറയുന്നത് എങ്കിൽ അസൂയ വെക്കാൻ കാരണമാകും. ശത്രുക്കൾ, അവരോടും അനുഗ്രഹങ്ങളെ പറ്റി പറയരുത്. ഇവിടെ ആ നിർദ്ദേശം യാക്കൂബ് നബി അലൈഹിസ്സലാം മകൻ യൂസുഫിനോട് പറയുന്നു. മാത്രവുമല്ല, ഇവിടെ എന്തുകൊണ്ട് പറയരുത് എന്ന കാരണം ഉപ്പ പറഞ്ഞു കൊടുക്കാൻ. നീ ചെയ്യരുത്, പോകരുത് എന്ന ആജ്ഞ മാത്രമല്ല ഉപ്പയിൽ നിന്നുണ്ടാകേണ്ടത്. അത് വലിയൊരു പാഠം ഇതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. മോനെ, നീ സഹോദരന്മാരോട് പറയരുത്. എന്തുകൊണ്ട് പറയരുത്? അവർ നിന്റെ മേൽ കുതന്ത്രം പ്രയോഗിക്കും. അപ്പം അതിൻ്റെ കാരണം കൂടെ, കുട്ടികളോടൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണത് ചെയ്യാൻ പാടില്ലാത്തത്, അതിൻ്റെ കാരണം എന്താണ് എന്നതുകൂടെ പറഞ്ഞു കൊടുക്കണം. അല്ല എങ്കിൽ അവർക്ക് തോന്നാം അത് പാടില്ല, ഇത് പാടില്ല, ഇത് ചെയ്യരുത്, ഫുള്ള് പിന്നെ ഒരുപാട് നിയമങ്ങളാണ്, ഒരുപാട് നിയന്ത്രണങ്ങളാണ് എന്നതാണ് കുട്ടികൾക്ക് തോന്നുക. അതിനപ്പുറത്ത് അതിൻ്റെ കാരണം കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാം മോന് പറഞ്ഞു കൊടുക്കുകയാണ്. വകദാലിക യജ്തബീക റബ്ബുക, നിന്നെ നിന്റെ റബ്ബ് തെരഞ്ഞെടുക്കും, പ്രവാചകനാക്കും. അതുപോലെ തന്നെ സ്വപ്നവ്യാഖ്യാനങ്ങൾ അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു നൽകും. വേദത്തിൽ അറിവ് നൽകും, വേദം പഠിപ്പിക്കും. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. മറുഭാഗത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിന് എതിരെയുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് 10 പേർക്കും പ്രയാസമുണ്ട്. എന്താണ് ആ പ്രയാസത്തിൻ്റെ കാരണം? യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കൂടുതൽ ഇഷ്ടം യൂസുഫ് നബി അലൈഹി സ്വലാമിനോടാണ്. സ്നേഹം തുല്യമാക്കാൻ കഴിയില്ല. സ്നേഹം ഹൃദയത്തിൻ്റെ അമലാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നത് സാധിക്കുകയില്ല. അവകാശങ്ങൾ തുല്യമായി നൽകണം. മക്കൾക്ക് ഹക്ക് തുല്യമായി നൽകണം. അവർക്കുള്ള അവകാശം അത് തുല്യമായി നൽകണം. എന്നാൽ സ്നേഹപ്രകടനത്തിൽ ഒരാളോട് ദേഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കരുത്. സ്വാഭാവികമായി സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല.
ഇവിടെ ഈ സഹോദരന്മാരുടെ ന്യായം നഹ്നു ഉസ്ബ, ഞങ്ങൾ ഉസ്ബത്താണ്. ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അറബി ഭാഷയിൽ 10 മുതൽ 40 വരെയുള്ള ഒരു സംഘം, കരുത്തരായ ഒരു സംഘം, ആ സംഘത്തിനാണ് പറയാം. ഇവർ 10 പേരുണ്ട്, ഞങ്ങൾ 10 പേരുണ്ട്. മാത്രമല്ല ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മുതിർന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം ചെറിയ കുട്ടിയാണ്, 7 വയസ്സാണ്. ബിനിയാമിൻ അതിനേക്കാൾ ചെറുതാണ്. മറ്റുള്ളവർ അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് പുറത്തുപോയി അധ്വാനിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അധികം യൂസുഫിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ആ സ്നേഹത്തിന്റെ കാരണം എന്താണ്? ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ്, ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ കുട്ടിയാണ്. ആ ഒരു സ്നേഹം ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മകനോടുണ്ട്. അവർ ചർച്ച ചെയ്യുകയാണ്, ഉഖ്തുലൂ യൂസുഫ്, നമുക്ക് എന്ത് ചെയ്യണം? യൂസുഫിനെ നമുക്ക് വധിക്കാം, യൂസുഫിനെ നമുക്ക് കൊല്ലാം. അബിത്രഹു അർദ, അല്ലെങ്കിൽ നാട് കടത്താം. അപ്പൊ അവർ പരസ്പരം ഗൂഢാലോചന നടത്താണ്, നമുക്ക് യൂസുഫിനെ വധിക്കണം. 7 വയസ്സുള്ള കുട്ടീനെ കൊല്ലുന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച. അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയിടണം. യഖ്ലുലക്കും വജ്ഹു അബീക്കും, എന്തിനാണ്? പിതാവിൻ്റെ മുഖം നമുക്ക് മാത്രമായി കിട്ടാൻ. എന്നാൽ പിന്നെ യൂസുഫിനോടുള്ള സ്നേഹം പോകുമല്ലോ, പിന്നെ ആ സ്നേഹം കൂടെ നമുക്ക് കിട്ടും, നമ്മളെ മാത്രം ഉപ്പ പരിഗണിക്കും. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്ന് ഈ 10 പേരിലേക്ക് എത്തണം സ്നേഹം. അതിനവർ കണ്ടത് യൂസുഫിനെ നമുക്ക് കൊല്ലാം, വധിക്കാം. എന്നിട്ട് അവർ പറയാണ്, വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ, അങ്ങനെ വധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തൗബക്കെ ചെയ്ത് സ്വാലിഹീങ്ങളാകാം. വധിക്കും, ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്നിട്ട് നമ്മൾ തൗബ ചെയ്യും, എന്നിട്ട് നമ്മൾ സ്വാലിഹീങ്ങളായിട്ട് മാറും. ചില ആളുകൾ അങ്ങനെയാണ്, ഇപ്പൊ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നറിയാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നന്നാകും. അപ്പൊ നമുക്ക് അള്ളാഹ് പിന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്, കുറച്ചു കാലം കൂടെ ഒക്കെ ജീവിക്കും, ഇപ്പം അടുത്തൊന്നും മരിക്കൂല, 60 വയസ്സ് വരെ പിന്നെ എല്ലാ തോന്നിവാസവുമാകാം, കുറച്ച് വയസ്സൊക്കെ ആയിട്ട് നന്നാകാം. ഒരു മലയാളത്തിൽ എവിടെയോ വായിച്ചൊരു ഒരു വാക്കുണ്ട്, നാളെ മാറാം എന്ന് കരുതിയ പല ആളുകളും ഇന്ന് ഖബറിലാണ്. നാളെ മാറാം, നാളെ നന്നാകാം എന്ന് കരുതിയ ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരൊക്കെ വിചാരിച്ചത് എന്താ? നാളെ മാറും, ഇപ്പൊ ചെറുപ്പല്ലേ, ഇപ്പൊ യൗവനല്ലേ, ഇപ്പൊ വിദ്യാർത്ഥി പ്രായമല്ലേ, കുറച്ചും കൂടെ ഒക്കെ അടിച്ചു പൊളിച്ച് കുറച്ചും കൂടെ ഒക്കെ സിനിമ കണ്ട് മാറും. ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, അറിയാം, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാറും, അങ്ങനെ കരുതിയ ഒരുപാട് ആളുകളാണ്. പക്ഷെ അവരിപ്പോ ഖബറിലാണ്, നമുക്കറിയില്ല എപ്പോഴാണ് മരണമെന്ന്. ഇപ്പൊ ഇവരുടെ ന്യായം എന്താ? നമ്മളിപ്പോ യൂസുഫിനെ കൊന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാറും, നമ്മൾ സ്വാലിഹീങ്ങളായിട്ട് മാറും. അപ്പൊ അള്ളാഹ് പുറത്തു തരും, അള്ളാഹ് റഹ്മാനാണല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള പ്രതീക്ഷയും ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും ഉണ്ടാകണം. റഹ്മത്തിനെ പറ്റിയുള്ള പ്രതീക്ഷ മാത്രമല്ല, അള്ളാഹ് പൊറുക്കും, അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്യും എന്നതിൻ്റെ കൂടെ തന്നെ തെറ്റ് ചെയ്യുന്നവരോട് അങ്ങേയറ്റത്തെ വഈദ്, താക്കീർ നൽകിയവനാണ് റബ്ബ്. അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന പേടിയും നമുക്കുണ്ടാകണം. അപ്പൊ ആ ചർച്ച നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, ഖാല ഖായിലും മിൻഹും ലാ തഖ്തുലൂ യൂസുഫ്, യൂസുഫിനെ നമ്മൾ വധിക്കരുത്. അവിടെ ആ യൂസുഫ് എന്ന് പേര് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ആ പേര് പറയുമ്പോൾ അവർക്ക് മനസ്സിൽ യൂസുഫിന് ഓർമ്മ വരുമല്ലോ. അങ്ങനെ ഒരു അലിവ് തോന്നിയിട്ട് ആ കൊല്ലുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് അവരൊന്ന് പുറകോട്ട് വരാനാണ്. അപ്പൊ ഈ പറഞ്ഞ വ്യക്തി ആരാണ്? ഖുർആൻ വ്യക്തമായിട്ട് ആ പേര് പറഞ്ഞു തന്നിട്ടില്ല. ആവശ്യമായ പേരുകൾ കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അറിയേണ്ട പേരുകൾ മാത്രമേ ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലാത്ത പേരുകൾ അതിൽ പല അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്ത് കാണാൻ സാധിക്കും. ചില തഫ്സീറുകളിലൊക്കെ ഈ പറഞ്ഞ വ്യക്തി മൂത്ത സഹോദരനാണ്, 1ാമത്തെ സഹോദരനാണ് പറഞ്ഞത്. യഹൂദ് എന്നാണ് അയാളുടെ പേര്. വേറൊരു തഫ്സീറിൽ റോബിൻ എന്നൊക്കെ കാണാൻ കഴിയും, എന്നാണ് അയാളുടെ പേര്. മൂത്ത സഹോദരനാണ് ഈ പറഞ്ഞത് എന്ന് ചില അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ ആരായിക്കൊള്ളട്ടെ, നമുക്ക് ഖുർആനെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല. ഏതായിരുന്നാലും ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യരുത്? യൂസുഫിനെ കൊല്ലരുത്. വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്,
നമുക്ക് എന്ത് ചെയ്യാം? ജുബിലിടാം. ജുബ് എന്ന് പറഞ്ഞാൽ ബിയർ, കിണർ. കിണർ തന്നെയാണ് ജുബ്, രണ്ടും വ്യത്യാസമുണ്ട്. ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിങ് ഉണ്ടാകും. ജുബ് എന്ന് പറഞ്ഞാൽ ആ ചെത്തി കുഴിച്ചെടുത്തതാണ്, പിടിച്ച് കയറാൻ കഴിയില്ല. മറ്റേതിൽ പിടിച്ച് മേലേക്ക് കയറാൻ കഴിയും ബിയർ ആണെങ്കിൽ. ഇപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട കിണർ എങ്ങനത്തെ കിണറാണ്? ചെത്തിക്കുഴിച്ച് താഴേക്ക് ഇറക്കിയതാണ്. പടികൾ ഉണ്ടാവില്ല, പിടിച്ച് കയറാനുള്ള ഒരു ഓപ്ഷൻ പോലും എന്തില്ല ആ കിണറിലില്ല. ആ കിണറിന്റെ വിശേഷണം ഗയാബത്തിൽ ജുബ്, ഗൈബിൽ നിന്നാണ് ഗയാബത്ത്. കാണാൻ കഴിയൂല, മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണൂല. നമ്മളവിടെ എത്ര വലിയ ആഴമുള്ള കിണറാണെങ്കിലും മേലെന്ന് നോക്കിയാൽ താഴെ ആ വെള്ളം കാണാം. എത്ര വലിയ കിണറാണെങ്കിലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളമോ ബാക്കി ഭാഗങ്ങളോ കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇട്ട കിണറിന്റെ പ്രത്യേകത മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണാൻ കഴിയില്ല. അതിൻ്റെ അടി എവിടെയാണ് എത്തി നിൽക്കുന്നത്, എത്ര ആഴമുണ്ട്, അത് കാണാൻ കഴിയാത്ത അത്രയും ആഴമുള്ള, പിടിച്ചു കയറാൻ കഴിയാത്ത അങ്ങനെയുള്ള ആ കിണറ്റിൽ നമുക്ക് യൂസുഫിനെ ഇടാം. ഒരു 7 വയസ്സുള്ള കുട്ടീനെ കൊണ്ടുപോയി ഇടുന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് സഹോദരന്മാർ. ഈ കഥ ഖുർആൻ എന്തിനാ പറഞ്ഞു തന്നത്? ഇതൊക്കെ ആവർത്തിക്കും, ഈ ചരിത്രങ്ങളൊക്കെ ആവർത്തിക്കും, ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആവർത്തിക്കും. ഉപ്പാക്ക് ദീനുണ്ട് എന്നതുകൊണ്ട് മക്കൾക്കിടയിൽ എപ്പോഴും സൗഹൃദം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, മക്കൾക്കിടയിൽ അസൂയ ഉണ്ടാകും. എന്നിട്ട് ഒരാളെ കൊല്ലുന്നിടത്തേക്ക് വരെ ഒരുപക്ഷെ ദീനുള്ള ഉപ്പാന്റെ മക്കൾക്കിടയിൽ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ആവർത്തിക്കും. അതിനാണ് ഖുർആൻ നമുക്ക് ഈ കഥകൾ പറഞ്ഞു തന്നത്, നമുക്ക് ഗുണപാഠമുണ്ടാകാൻ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ ഈ 10 പേരും കുറ്റക്കാരാണ്, ഈ 10 ആളും കുറ്റക്കാരാണ്. അവസാനം കൊല്ലരുത് എന്ന് പറഞ്ഞ വ്യക്തിയും കുറ്റക്കാരനാണ്. എന്തേ കാരണം? ഈ 10 ആളുടെയും ലക്ഷ്യം ഒന്നാണ്. 10 ആളിൻ ലക്ഷ്യം എന്താ? യൂസുഫിനെ ഉപ്പയിൽ നിന്ന് അകറ്റണം, സ്നേഹം ഞങ്ങൾക്ക് മാത്രമായി കിട്ടണം. അതാണ് ലക്ഷ്യം. മാർഗത്തിലാണ് തർക്കം. എങ്ങനെ അകറ്റണം? ചില ആളുകൾ പറഞ്ഞു കൊല്ലാം, ചില ആളുകൾ പറഞ്ഞു നാട് കടത്താം, ചില ആളുകൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞു അല്ല നമുക്ക് കിണറ്റിൽ കൊണ്ടുപോയിടാം. അപ്പൊ എങ്ങനെ ഉപ്പയിൽ നിന്ന് അകറ്റാം എന്നതിലാണ് അവർക്ക് തർക്കമുള്ളത്. നേരെ മറിച്ച് അകറ്റണം എന്ന വിഷയത്തിൽ എന്തില്ല, അവർക്ക് തർക്കമില്ല. അങ്ങനെ അവരുടെ ചർച്ച തകൃതിയായി നടക്കുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് അവർ വരുന്നു. ഖാലു യാ അബാന, അവർ പറഞ്ഞു ഞങ്ങളുടെ ഉപ്പ, മാലക് ലാ തഅമന്ന അലാ യൂസുഫ്, ഉപ്പ നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ, യൂസുഫിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ ആ പറഞ്ഞ വാക്കിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇതിനു മുമ്പും പലതവണ യൂസുഫിനെ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല, ഇതിന്റെ മുന്നേ പലതവണ വിളിച്ചു കൊണ്ടുപോകാൻ അവര് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും വിട്ടുകൊടുത്തിട്ടില്ല, അപ്പോഴൊന്നും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്? ഞങ്ങളെ കൂടെ എന്താണ് വിടാത്തത്? വഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ഗുണകാംക്ഷയുള്ളവരാണ്, യൂസുഫിനോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുള്ള ആളുകളാണ്. ഞങ്ങളുടെ അനിയനല്ലേ, ഞങ്ങളുടെ ചെറിയ അനുജനല്ലേ, യൂസുഫിനെ ഞങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുക? ഞങ്ങൾ യൂസുഫിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആളുകളല്ലേ. എന്നിട്ട് എന്താണ് ഉപ്പ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്ന് പറയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യം അറിയില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വിട്ടാൽ എന്ത് നടക്കും? പ്രവാചകനാണ്, പ്രവാചകൻ അറിയുന്നില്ല. മറഞ്ഞ കാര്യം ഒരു മനുഷ്യനും അറിയില്ല. ശരിക്കും മറഞ്ഞ കാര്യം പ്രവാചകൻ അറിയണമെങ്കിൽ, യാക്കൂബ് നബിക്ക് അറിയണമെങ്കിൽ എന്തു പറയണം? നിങ്ങൾ ആരെയാണ് പൊട്ടീസാക്കണത്? നിങ്ങൾ ആരെ പറ്റിക്കണത്? നിങ്ങളെ പ്ലാനൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കും. യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിലിടാൻ അല്ല നിങ്ങളെ പ്ലാന് എന്ന് പറയണ്ടേ? പക്ഷെ അറിയില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. പലതവണ ചോദിച്ചു വിട്ടുകൊടുത്തില്ല. സാധാരണ പറയാറുണ്ട്, ഖദർ വന്നാൽ കണ്ണുമൂടും. ഖദർ എത്തിയാൽ, അള്ളാന്റെ വിധി എത്തിക്കഴിഞ്ഞാൽ കണ്ണുമൂടും, പിന്നെ ചിന്തിക്കൂല. അതുവരെ പിടിച്ചു വെച്ചു, അതുവരെ വിട്ടില്ല. പക്ഷെ ഖദർ എത്തി, ആ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കൂല, പറഞ്ഞയക്കും.
ഇവിടെ ഇവർ വന്നുകൊണ്ട് പറയാണ് അർസിൽ മഅനാ ഗദൻ, നാളെ ഞങ്ങളുടെ കൂടെ യൂസുഫിനെ പറഞ്ഞയക്കണം. ഈ അർത്ഥ യഥേഷ്ടം കുടിച്ച് ഭക്ഷണം കഴിക്കട്ടെ, നല്ല ഭക്ഷണം കഴിച്ച് നല്ല യഥേഷ്ടം അവൻ കുടിച്ച് അങ്ങനെ അവൻ സന്തോഷിക്കട്ടെ. വയലഅബ്, അവൻ കളിക്കട്ടെ. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ നോക്കും, ഞങ്ങൾ സംരക്ഷിക്കും. അപ്പം എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്! ഞങ്ങൾ നാസിഹീങ്ങളാണ്, ഞങ്ങൾ ഹാഫിലീങ്ങളാണ്, ഞങ്ങൾ യൂസുഫിനെ അങ്ങേയറ്റം നോക്കും, അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാണ്. എത്ര കളവാണ് പറയുന്നത്! എത്ര വാഗ്ദാന ലംഘനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്! ചില പണ്ഡിതന്മാരൊക്കെ ഇവർ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. ഒരിക്കലും പ്രവാചകന്മാരാകില്ല ഇവർ. കാരണം ഒരു പ്രവാചകന്മാർക്ക് ഒരാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുക, അല്ലെങ്കിൽ പ്രവാചകന്മാർ വാഗ്ദാന ലംഘനം നടത്തുക, കളവ് പറയുക എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ശക്തമായി ആ വാദത്തിന് മറുപടി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ആ വാഗ്ദാന ലംഘനം എത്ര കടുപ്പമുള്ളതാണ്. ഉപ്പയോടാണ് വാഗ്ദാനം ചെയ്യുന്നത്, അനിയന്റെ വിഷയത്തിലാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആ വാക്ക് അറബി ഭാഷയിൽ എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്താൻ കഴിയോ അങ്ങനെയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടാണ് വാഗ്ദാന ലംഘനം. വാഗ്ദാനം വളരെ ശ്രദ്ധയോടുകൂടെ നാം ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹങ്ങളിൽ പലരും അങ്ങനെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ കടം വാങ്ങി നാളെ തരാം എന്ന് പറഞ്ഞ്, ഉച്ചക്ക് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ കടം വാങ്ങിയ ആളുകൾ പിന്നെ ഫോൺ എടുക്കുന്നില്ല, പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ ശത്രുവായി മാറുന്നു, കടം കൊടുത്തവൻ കുറ്റക്കാരനായി മാറുന്നു. വാഗ്ദാന ലംഘനം അതിശക്തമായി നമ്മുടെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വാക്കു പറഞ്ഞാൽ ആ വാക്കിനെ ഏറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.